ഇന്ത്യയിൽ നിന്ന് ഹോട്ട്ചന്ദ് ഭൗനാനി എന്ന ഒരു സിന്ധി വസ്ത്രവ്യാപാരി വിയറ്റ്നാമിലെത്തി. അയാൾ സൈഗോണിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. ഒരു കൃഷിക്കാരൻ്റെ മകൾ. അവൾ സുന്ദരിയായിരുന്നു. പേര് സിമോൺ. അവർ പരിചയപ്പെട്ടു. ആ പരിചയം അടുപ്പമായി. പ്രേമം കടുത്തപ്പോൾ അവർ ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിച്ചു. ആ താമസത്തിനിടയിൽ 1944 ഏപ്രിൽ 6 അവർക്കൊരു കുട്ടിയുണ്ടായി. ഒരാൺകുഞ്ഞ്. അവന് അവർ ശോഭരാജ് എന്ന് പേരിട്ടു. എന്നാൽ അധികം താമസിയാതെ അവൻ്റെ അച്ഛൻ കുടുംബത്തെ ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് പോയി കളഞ്ഞു. എന്നുതന്നെയല്ല, പുനെയിൽ അയാൾ ഒരുവളെ വിവാഹം കഴിക്കുകയും ചെയ്തു. അതറിഞ്ഞ ശോഭരാജിൻ്റെ അമ്മ മറ്റൊരു ചെറുപ്പക്കാരനുമായി കൂട്ടുകൂടി. അയാൾ ഫ്രഞ്ച് സൈന്യത്തിലെ ഒരു ലഫ്റ്റനൻ്റ് ആയിരുന്നു. ഇന്തോനേഷ്യയിൽ തമ്പടിച്ചിരുന്നവൻ. അയാൾക്ക് അവളുടെ ആദ്യ പുത്രനോട് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. എന്നുതന്നെയല്ല, രണ്ടാം ലോക മഹായുദ്ധ കാലമായതിനാൽ ഫ്രാൻസിലും ഇന്തോനേഷ്യയിലുമായി നടക്കുന്നതിനിടെ ശോഭരാജിനെ കൂടെ കൊണ്ടുപോകാൻ പലപ്പോഴും അയാൾക്ക് കഴിയാതെയും വന്നു. അങ്ങനെ ഏകാന്തത കൂട്ടായപ്പോൾ ഒറ്റയ്ക്ക് കഴിയാൻ വിധിക്കപ്പെട്ട ശോഭരാജ് കൗമാരത്തിൽ തന്നെ ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു തുടങ്ങി. ആദ്യമായി ശോഭരാജ് പോലീസിൻ്റെ പിടിയിലാകുന്നത് 1963 ഗ്രാസിൽ വെച്ച് ഒരു കാർ മോഷ്ടിച്ചതിന് പോലീസ് പിടിയിലായ ശോഭരാജിന് പാരീസിനടുത്തുള്ള പോയ്സി ജയിലിൽ കഴിയേണ്ടി വന്നു. എന്നാൽ ജയിൽ അധികൃതരെ സ്വാധീനിച്ച് ശോഭരാജ് പല ആനുകൂല്യങ്ങളും അനർഹമായി ജയിലിനുള്ളിൽ നേടിയെടുത്തു. ഇതിനൊക്കെ ഉപരിയായി വളരെ ധനികനായ ഫെലിക്സ് ഡി എസ്കോഗ് എന്ന യുവാവുമായി സൗഹൃദത്തിലാവാൻ കഴിഞ്ഞുവെന്നതായിരുന്നു ശോഭരാജിനുണ്ടായ വലിയ നേട്ടം. പരോളിൽ ഇറങ്ങിയ ശോഭരാജ് ഫെലിക്സുമൊത്ത് പാരീസിലെ ഉന്നത വൃത്തങ്ങളിലും അധോലോകത്തിലും ഒരുപോലെ വിഹരിച്ചു. കൊള്ളയിലൂടെയും ചതിയിലൂടെയും അയാൾ പണം വാരിക്കൂട്ടി. ഈ കാലത്ത് അയാൾ പരിചയപ്പെട്ട പാരീസുകാരിയായ ചന്തൽ കോംപാങ് എന്ന ഒരു യാഥാസ്ഥിതിക കുടുംബത്തിലെ യുവതിയോട് പ്രണയാഭ്യർത്ഥന നടത്തിയ ശോഭരാജ് അവളുടെ അച്ഛൻ്റെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് അവളെ സ്വന്തമാക്കാൻ നിശ്ചയിച്ചു. എന്നാൽ മോഷ്ടിച്ച ഒരു കാറുമായി കടന്നുകളഞ്ഞതിന് അന്നു തന്നെ അയാൾ അറസ്റ്റിലായി. 8 മാസത്തേക്ക് അയാൾക്ക് ജയിൽ ശിക്ഷ ലഭിച്ചു. ഈ കാലയളവ് അത്രയും ചന്തൽ ശോഭരാജിന് ആത്മധൈര്യം പകർന്നുകൊണ്ട് പുറത്തുനിന്നു. എന്നുതന്നെയല്ല, ജയിൽ മോചിതനായതോടെ അവൾ അയാളെ വിവാഹം കഴിക്കുകയും ചെയ്തു. അധികം താമസിയാതെ വീണ്ടും ഒരു അറസ്റ്റിൽ നിന്നുകൂടി രക്ഷപ്പെടാനായി ഗർഭിണിയായ ഭാര്യയുമൊത്ത് ശോഭരാജ് ഫ്രാൻസിൽ നിന്നും കിഴക്കൻ യൂറോപ്പിലൂടെ കൃത്രിമ രേഖകൾ ഉപയോഗിച്ച് നടത്തിയ ഈ യാത്രയിലുടനീളം ടൂറിസ്റ്റുകളെ കൊള്ളയടിച്ച് തൻ്റെ സമ്പാദ്യം വലുതാക്കാൻ അയാൾ ശ്രമിച്ചു. 1970 മുംബൈയിലെത്തിയ ശോഭരാജ് കുടുംബത്തിൽ പുതിയ ഒരു അതിഥിയെത്തി. ചന്തലിന് ഒരു പെൺകുഞ്ഞു പിറന്നു. അപ്പോഴും തൻ്റെ കൊള്ള തുടർന്നുകൊണ്ടിരുന്ന ശോഭരാജ് കാർ മോഷണത്തിലും കള്ളക്കടത്തിലും സജീവമായി. 1970 ഡൽഹിയിലെ അശോക ഹോട്ടലിലെ ഒരു സ്വർണ്ണക്കടയിലെ വിഫലമായ കൊള്ളക്കിടെ ശോഭരാജ് പോലീസ് പിടിയിലായി. എങ്കിലും ചന്തലിന് അസുഖമാണെന്ന നാട്യേന അയാൾക്ക് രക്ഷപ്പെടാനായി. അധിക ദിവസങ്ങൾക്കകം വീണ്ടും പിടികൂടപ്പെട്ട അയാൾ തൻ്റെ പിതാവിനോട് പണം കടം വാങ്ങി ജാമ്യം നൽകി കാബൂളിലേക്ക് കടന്നു. കാബൂളിലെത്തിയ ആ കുടുംബം ടൂറിസ്റ്റുകളെ കൊള്ളയടിക്കുന്നത് നിർബാധം തുടർന്നു. അതിനാൽ വീണ്ടും പോലീസ് പിടിയിലായി. അസുഖം നടിച്ച ശോഭരാജ് ആസ്പത്രി കാവൽക്കാരനെ മയക്കി രക്ഷപ്പെട്ടു. തുടർന്ന് കുടുംബത്തെ ഉപേക്ഷിച്ച് അയാൾ ഇറാനിലേക്ക് രക്ഷപ്പെട്ടു. ശോഭരാജിനോട് പ്രതിപത്തി ഉണ്ടായിരുന്ന ചന്തൽ അയാൾക്ക് മനപരിവർത്തനം ഉണ്ടായെങ്കിലെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. സുന്ദരമായ നടക്കാത്ത ഒരു സ്വപ്നമാണെന്നറിഞ്ഞുകൊണ്ട് തന്നെ പിന്നെ അവൾ ഫ്രാൻസിലേക്ക് പോയി. ഇനി ഒരിക്കലും അയാളെ കാണാനിടയാവല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ള 8 വർഷക്കാലം ശോഭരാജ് പാസ്പോർട്ട് മോഷണത്തിലാണ് ഏർപ്പെട്ടത്. കിഴക്കൻ യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലുമായി അയാൾ 10ഓളം പാസ്പോർട്ടുകൾ മോഷ്ടിച്ചു. അപ്പോഴേക്ക് അയാൾക്ക് സഹായിയായി ഇസ്താംബൂളിൽ നിന്നും സഹോദരൻ ആൻഡ്രിയും എത്തിയിരുന്നു. കുറ്റകൃത്യങ്ങളിൽ അവർ സജീവ പങ്കാളികളായി മാറി. അവരുടെ പ്രവർത്തന മേഖല ടർക്കി, ഗ്രീസ് എന്നിവിടങ്ങളിലേക്കും വ്യാപിച്ചു. എന്നാൽ ഇരുവരെയും ഏതൻസിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. എങ്കിലും ശോഭരാജ് വിദഗ്ധമായി രക്ഷപ്പെട്ടു. ടർക്കി പോലീസ് ആൻഡ്രിയെ ഗ്രീക്ക് അധികാരികൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടതോടെ അയാൾക്ക് 18 വർഷത്തെ തടവ് ലഭിച്ചു. അതോടെ ശോഭരാജ് തൻ്റെ പ്രവർത്തന ശൈലി മാറ്റി. ഒരു രത്നവ്യാപാരിയായി നടിച്ച് അയാൾ ടൂറിസ്റ്റുകളെ വശീകരിക്കാൻ തുടങ്ങി. തായ്ലൻഡിൽ വെച്ച് വീരകൃത്യങ്ങൾ ചെയ്യുന്നതിൽ തൽപരയായ ഒരുവളെ ശോഭരാജ് കണ്ടുമുട്ടി. ക്യൂബക്കിലെ ലെവലിൽ നിന്നും എത്തിയ മേരി ആൻഡ്രി ലെക്ലേർക്ക് എന്ന ഒരു ടൂറിസ്റ്റ് ആയിരുന്നു അവൾ. ശോഭരാജിൻ്റെ വാചാലതയും പ്രവർത്തന ശൈലിയും ഹഠാത്ത ആകർഷിച്ചതിനാൽ അവൾ പെട്ടെന്ന് തന്നെ അയാളുടെ ആരാധികയായി തീർന്നു. അയാളുടെ കുറ്റങ്ങളെയും കുറവുകളെക്കുറിച്ചൊന്നും അവൾ ചിന്തിച്ചതേയില്ല. തൻ്റെ വാക്ചാതുര്യത്തിൽ ആളുകളെ വീഴ്ത്തിയ ശോഭരാജ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരുടെ രക്ഷകനായി മാറി. സത്യത്തിൽ ഈ പ്രതിസന്ധികൾ അയാൾ തന്നെ ഉണ്ടാക്കിയവകളായിരുന്നു. ഉദാഹരണമായി യാനിക്ക്, ജാക്യൂസ് എന്നീ 2 ഫ്രഞ്ച് പോലീസുകാരുടെ പാസ്പോർട്ടുകൾ കാണാതെ പോയി. ശോഭരാജ് അത് വീണ്ടെടുക്കാൻ അവരെ സഹായിച്ചു. അത് മോഷ്ടിച്ചത് ശോഭരാജ് തന്നെയായിരുന്നു.
മറ്റൊരവസരത്തിൽ ഡൊമിനിക് റെനെലിയു എന്ന ഒരു ഫ്രഞ്ചുകാരന് ഡിസെൻറ്ററി പിടിപെട്ടപ്പോൾ ശോഭരാജ് അയാൾക്ക് പരിചരണം നൽകി രക്ഷിച്ചു. സത്യത്തിൽ അയാൾക്ക് വിഷം നൽകിയത് ശോഭരാജ് തന്നെയായിരുന്നു. ശോഭരാജിനോടുള്ള വീരാരാധന മൂലം അയാളോട് ഒത്തുചേർന്ന ഒരു യുവാവ് അജയ് ചൗധരിയായിരുന്നു. ക്രമേണ അയാൾ ശോഭരാജിൻ്റെ വലംകൈയായി മാറി. അജയ് കൂടെ കൂടിയതോടെ ശോഭരാജ് കൊലപാതകങ്ങളിലേക്ക് തിരിഞ്ഞു. 1975 അവരുടെ ആദ്യ കൊലപാതകം അരങ്ങേറി. കൊലക്കിരയാവുന്നവരൊക്കെ ഇവരുടെ കൂടെ കുറേ സമയം ചെലവഴിക്കാറുണ്ടായിരുന്നു. ശോഭരാജിൻ്റെ കള്ളത്തരങ്ങൾ തുറന്നു കാണിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നവരെയായിരുന്നു അയാൾ വകവരുത്തിയിരുന്നത്. ആദ്യത്തെ ഇര സിയറ്റിൽ നിന്നുള്ള തെരേസ നോൾട്ട എന്ന ഒരു തായ്ലൻഡുകാരിയായിരുന്നു. ശോഭരാജിൻ്റെ കൂടെ ചുറ്റിക്കറങ്ങി നടന്ന അവളുടെ ശവശരീരം ഒരു തടാകത്തിൽ കാണപ്പെട്ടു. ഫോറൻസിക് തെളിവ് പ്രകാരം അവളുടെ മരണം ഒരു അപകടമല്ല, കൊലപാതകമാണെന്ന് തെളിഞ്ഞു. അടുത്ത ഇര ഒരു ജൂതനായ വിറ്റാലി ഹിക്കിമായിരുന്നു. ശോഭരാജ് താമസിച്ചിരുന്ന പാട്ടിയ റിസോർട്ടിനടുത്തായി റോഡരികിൽ അയാളുടെ ശവശരീരം കിടക്കുന്നത് കാണായി. തുടർന്നുള്ള ഇരകൾ ഡച്ചുകാരനായ 2 വിദ്യാർത്ഥികളായിരുന്നു. 29 വയസ്സുള്ള ഹെൻക് ബിൻഡഞ്ചയും അയാളുടെ പ്രതിശ്രുത വധുവായ 25-കാരി കോർമീലിയ ഹംകറും. ഹോങ്കോങ്ങിൽ വെച്ച് ശോഭരാജ് അവരെ പരിചയപ്പെട്ടതിനെ തുടർന്ന് തായ്ലാൻഡിലേക്ക് ക്ഷണം കിട്ടി വന്നതാണ് അവർ. മറ്റു പലരെയും എന്ന പോലെ ശോഭരാജ് അവരെയും വിഷം കൊടുത്തതിന് ശേഷം രക്ഷപ്പെടുത്തിയെന്ന് വരുത്തി തീർത്ത് വശത്താക്കിയതായിരുന്നു. അവരുടെ അവസ്ഥ ഭേദപ്പെട്ടതോടെ ശോഭരാജിൻ്റെ മുൻ ഇരയായ ഹക്കിമിൻ്റെ ഫ്രഞ്ച് ഗേൾഫ്രണ്ടായ ഹാർമൻ കൗരെ അയാളുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തുനിഞ്ഞിറങ്ങി. തൻ്റെ കാര്യമെല്ലാം പുറത്താവുമെന്ന് ഭയന്ന ശോഭരാജ് പെട്ടെന്ന് തന്നെ അവരെ ഇല്ലാതാക്കാൻ വ്യഗ്രത കൂട്ടി. അവരുടെ ശവശരീരങ്ങൾ കഴുത്തു ഞെരിച്ചിട്ട് കത്തിച്ച നിലയിൽ 1975 ഡിസംബർ 16 കാണാനായി. അധികം താമസിയാതെ കൗരവിൻ്റെ ശവശരീരവും മുങ്ങിച്ചത്ത നിലയിൽ കണ്ടുകിട്ടി. ഏതായാലും ശവശരീരങ്ങൾ കണ്ടുകിട്ടിയപ്പോഴേക്കും ശോഭരാജും ലെക്ലർക്കും നേപ്പാളിലെത്തിയിരുന്നു. മരണപ്പെട്ടവരുടെ പാസ്പോർട്ട് ഉപയോഗിച്ചായിരുന്നു ആ യാത്ര. അവിടെ എത്തിയ ശേഷം 26-കാരനും കനേഡിയക്കാരനുമായ ലോറന്റ് ഓർമണ്ട്, 29-കാരനും കാലിഫോർണിയക്കാരനുമായ കോണി ബ്രൻസിച്ച് എന്നിവരെ ഡിസംബർ 21, 22 തീയതികളിൽ ശോഭരാജ് കൊന്നു. പിന്നീട് കൂട്ടാളിയോടൊത്ത് ശോഭരാജ് ഇരകളുടെ പാസ്പോർട്ടുകൾ ഉപയോഗിച്ച് തായ്ലൻഡിലേക്ക് മടങ്ങി. ഈ കൊലകളിലെല്ലാം തന്നെ സംശയിക്കുന്നുണ്ടെന്ന് തോന്നിയതിനാൽ ശോഭരാജ് കൽക്കട്ടയിലേക്ക് മടങ്ങി. അവിടെ എത്തി ഇസ്രയേലി പണ്ഡിതനായ അവോനി ജേക്കബിനെ കൊല ചെയ്തു. അയാളുടെ പാസ്പോർട്ട് കരസ്ഥമാക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഈ കൊലപാതകം നടത്തിയത്. അതുപയോഗിച്ച് സിംഗപ്പൂരിലേക്കും ഇന്ത്യയിലേക്കും പലതവണ യാത്ര ചെയ്ത ശോഭരാജിനെ 1976 മാർച്ചിൽ പോലീസ് പിടികൂടിയെങ്കിലും ടൂറിസത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഭയന്ന പോലീസ് വിട്ടയച്ചു. തുടർന്ന് ഇരുവരും മലേഷ്യയിലേക്ക് കടന്നു കളഞ്ഞു. അവിടെ വെച്ച് രത്നങ്ങൾ മോഷ്ടിക്കാൻ പോയ ചൗധരിയെ പിന്നീടൊരിക്കലും കാണാനായിട്ടില്ല. ശോഭരാജ് തന്നെ തൻ്റെ സുഹൃത്തിനെ വകവരുത്തിയേക്കാമെന്നാണ് അനുമാനിക്കുന്നത്. പിന്നീട് ഏഷ്യയിലേക്ക് മടങ്ങിയ ശോഭരാജ് മുംബൈയിൽ വെച്ച് ബാർബറ സ്മിത്ത്, മേരി ആൻ ഈഥർ എന്നീ സ്ത്രീകളുമായി ചങ്ങാത്തത്തിലായി. ഇതിനിടയിൽ ശോഭരാജ് ഒരു ഫ്രഞ്ചുകാരനായ ജീൻ ലെക് സോളമൻ എന്നയാളെ വിഷം കൊടുത്തു കൊന്നു. 1976 ജൂലൈയിൽ ഫ്രഞ്ചുകാരായ ഒരു പറ്റം പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളെ ഗൈഡ് എന്ന നിലയിൽ അടുത്തുകൂടി ശോഭരാജ് വിഷം കൊടുത്തു മയക്കി. എന്നാൽ 3 പേർക്ക് ശോഭരാജ് എന്താണ് ചെയ്തതെന്ന് മനസ്സിലായി. അവർ പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് എത്തി ചോദ്യം ചെയ്തപ്പോൾ കൂട്ടാളികളായ സ്ത്രീകൾ കുറ്റമേറ്റു പറഞ്ഞു. ശോഭരാജിനെയും കൂട്ടാളികളായ സ്ത്രീകളെയും കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് ഡൽഹിയിലെ തീഹാർ ജയിലിലടച്ചു. സ്ത്രീകൾക്ക് ജയിലിലെ ജീവിതം നരകതുല്യമായിരുന്നു. എന്നാൽ രത്നങ്ങൾ ശരീരത്തിൽ ഒളിപ്പിച്ചു വെച്ച് ജയിലിലേക്ക് കടന്ന ശോഭരാജ് ജയിലധികൃതർക്ക് വേണ്ട പണം നൽകി സുഖമായി ജയിലിൽ കഴിഞ്ഞു. തൻ്റെ വിശ്വസ്തനായ സഹോദരൻ ആൻഡ്രൂ, പ്രഗത്ഭരായ അഭിഭാഷകർ എന്നിവരുടെയൊക്കെ സഹായത്തോടെ ശോഭരാജ് പ്രതീക്ഷിച്ച വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ട് 12 കൊല്ലത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധേയനായി. ഫ്രഞ്ചുകാരായ വിദ്യാർത്ഥികൾക്ക് വിഷം നൽകിയത് ലെക്ലർക്ക് ആണെന്ന് തെളിഞ്ഞതിനാൽ അവൾക്ക് വധശിക്ഷ ലഭിച്ചു. എന്നാൽ പരോളിലിറങ്ങി കാനഡയിലേക്ക് പോയ അവൾക്ക് ഒവേറിയൻ ക്യാൻസർ പിടിപെട്ടതിനാൽ 1984 ഏപ്രിലിൽ അവൾ മരണമടഞ്ഞു. മരിക്കും വരെയും ശോഭരാജിനോട് കൂറു പുലർത്തിയിരുന്ന അവൾ താൻ നിരപരാധിയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. തീഹാർ ജയിലിൽ ശോഭരാജ് ആർഭാടപൂർണമായ ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. ജയിലർമാർക്കെല്ലാം പണം വാരിക്കോരി കൊടുത്ത് സ്വാധീനിച്ച് അയാൾ ജയിലിൽ വെച്ച് പത്രക്കാർക്കും ടിവിക്കാർക്കും അഭിമുഖങ്ങളും നൽകിക്കൊണ്ടിരുന്നു. എന്നുതന്നെയല്ല, 1986 മാർച്ചിൽ ജയിലിലെത്തി 10 വർഷമായപ്പോൾ അധികൃതർക്ക് ഒരു പാർട്ടി നൽകിയ ശോഭരാജ് അവരെ മയക്കുമരുന്ന് നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷം ജയിലിൽ നിന്നും പുറത്തു ചാടി.
തുടർന്ന് ഗോവയിലേക്ക് കടന്ന ശോഭരാജിനെ മുംബൈ പോലീസിലെ മധുകർ സെൻഡെ കണ്ടുപിടിച്ച് ജയിലിലടച്ചു. അതോടെ ജയിൽവാസം 10 വർഷം കൂടി നീണ്ടു. എന്നാൽ 1997 ഫെബ്രുവരി 17-ാം തീയതി തൻ്റെ 52-ാമത്തെ വയസ്സിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശോഭരാജ് ഫ്രാൻസിലേക്ക് പോയി. 2003 സെപ്റ്റംബർ 17-ാം തീയതി ശോഭരാജിനെ ഒരു പത്രപ്രവർത്തകൻ കാഠ്മണ്ഡുവിൽ വെച്ച് കണ്ടുമുട്ടി. അയാൾ ഉടനെ പോലീസിൽ വിവരമറിയിച്ചു. യാക്ക ആൻഡ് യതി ഹോട്ടലിൽ വെച്ച് 2 ദിവസത്തിനകം ശോഭരാജിനെ അറസ്റ്റ് ചെയ്തു. 2004 ഓഗസ്റ്റ് 20-ന് 1975 ബ്രോൺസിൽ വെച്ച് ബ്രോൺസിച്ച് കാരിയെ കൊല ചെയ്ത കുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷ ലഭിച്ച് കാഠ്മണ്ഡു ഡിസ്ട്രിക്ട് കോർട്ട് ജയിലിലടച്ചു. വിചാരണ കൂടാതെയാണ് തന്നെ ജയിലിലടച്ചതെന്ന് ശോഭരാജ് വാദിച്ചു. എന്നാൽ പത്താൻ കോടതി 2005 ശിക്ഷ ശരിവെക്കുകയാണുണ്ടായത്. തുടർന്ന് പലതരത്തിലുള്ള അടവുകളും പ്രയോഗിച്ച് നോക്കിയെങ്കിലും നേപ്പാളി സുപ്രീം കോടതിയും 2010 ജൂലൈ 30-ന് ശോഭരാജിൻ്റെ ശിക്ഷ ശരിവെക്കുക തന്നെ ചെയ്തു. ശോഭരാജിനെ പ്രതീക്ഷിച്ച് മറ്റനേകം കേസുകൾ വിവിധ രാജ്യങ്ങളിലായി കിടപ്പുണ്ട്. ശോഭരാജിനെക്കുറിച്ച് മലയാളത്തിലുൾപ്പെടെ പല ഭാഷകളിലും സിനിമകളുണ്ടായിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ മറ്റൊരു സീരിയൽ കില്ലറെ പരിചയപ്പെടാം.